ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്ന മലയാളത്തിന്റെ പാർട്ട് 2 കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് 7th സ്റ്റാൻഡേർഡിന്റെ SCERTയുടെ ടെക്സ്റ്റ് നമ്മൾ മലയാളം കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള പദപരിചയവും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നോക്കിയാലോ. ഓക്കെ, ആദ്യത്തെ പറയുന്നത് അനുധാവനം. അനുധാവനം എന്നാൽ എന്താണ്? പിന്തുടരൽ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അനുധാവനം, പിന്തുടരൽ. ഓക്കെ, അനുഭൂതി. അനുഭൂതി എന്നാൽ എന്താണ്? തോന്നൽ അല്ലെങ്കിൽ അനുഭവം. ഓക്കെ, അനുഭൂതി, തോന്നൽ അല്ലെങ്കിൽ അനുഭവം. അനുരണനം. അനുരണനം എന്നാൽ എന്താണ്? മാറ്റൊലി, മൃദുവായ ശബ്ദം. അനുരണനം, മാറ്റൊലി, മൃദുവായ ശബ്ദം. അന്തിമം. അന്തിമം എന്നാൽ എന്താണ്? അവസാനത്തെ എന്നാണ് അർത്ഥം വരുന്നത്. അന്തിമം, അവസാനത്തെ. ആദിമധ്യാന്തം. ഓക്കെ, ആദിമധ്യാന്തം. ആദ്യം മുതൽ അവസാനം വരെ. ആദിമധ്യാന്തം, ആദ്യം മുതൽ അവസാനം വരെ. ആധിക്യം. ആധിക്യം എന്നാൽ എന്താണ്? കൂടുതൽ. ആധിക്യം എന്നാൽ എന്താണ്? കൂടുതൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ആവാഹിക്കുക. ആവാഹിക്കുക എന്നാൽ എന്താണ്? സമീപത്ത് വരുത്തുക. ഓക്കെ, ആവാഹിക്കുക, സമീപത്ത് വരുത്തുക. ആയുസ്, ജീവിതകാലം അല്ലെങ്കിൽ ജീവിതം. ആയുസ്, ജീവിതകാലം അല്ലെങ്കിൽ ജീവിതം. ഇക്ഷണം. ഇക്ഷണം എന്നാൽ എന്താണ്? ഈ സമയം. ക്ഷണം എന്നതുകൊണ്ട് എന്താണെന്നറിയോ? ഈ ക്ഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ക്ഷണം, അതായത് ഇക്ഷണം എന്നാണ് പറയുന്നത് ഈ സമയം. ഓക്കെ, ഉദാത്തം. ഉദാത്തം എന്താണ്? ഉയർന്ന, ഉത്കൃഷ്ടമായ. ഉയർന്ന, ഉത്കൃഷ്ടമായ. ഉദാത്തം, ഉയർന്ന, ഉത്കൃഷ്ടമായ. ഉദ്വേഗം. ഉദ്വേഗം എന്നാൽ എന്താണ്? വ്യാകുലത, ഭയപ്പെടൽ. ഉദ്വേഗം, വ്യാകുലത, ഭയപ്പെടൽ. ഓക്കെ, ഉരുത്തിരിയുക. ഉരുത്തിരിയുക എന്നാൽ എന്താണ്? രൂപം കൊള്ളുക. ഉരുത്തിരിയുക, രൂപം കൊള്ളുക. ഒപ്പരം. ഒപ്പരം എന്നാൽ എന്താണ്? കൂടെ. ഓക്കെ, ഒപ്പരം എന്നാൽ എന്താണ്? കൂടെ. ഗതകാലം, കഴിഞ്ഞ കാലം. ഗതകാലം, കഴിഞ്ഞ കാലം. ഞാത്തുക. ഞാത്തുക എന്നാൽ എന്താണ്? തൂക്കിയിടുക. ഞാത്തുക, തൂക്കിയിടുക. ഓക്കെ, താൻ തോന്നി. തനിക്ക് തോന്നിയതുപോലെ. താൻ തോന്നി എന്നാൽ എന്താണ്? തനിക്ക് തോന്നിയതുപോലെ നടക്കുന്നയാൾ. താൻ തോന്നി, തനിക്ക് തോന്നിയതുപോലെ നടക്കുന്നയാൾ. തോന്യാസം. തോന്യാസം എന്നാൽ എന്താണ്? താൻ തോന്നിത്തം. തോന്യാസം, താൻ തോന്നിത്തം. ഓക്കെ, ദീപ്തം, ജ്വലിച്ചത്. ദീപ്തം എന്നാൽ എന്താണ്? ജ്വലിച്ചതാണ്. ദുരിതം, ആപത്ത്, കഷ്ടപ്പാട്. ഓക്കെ, ദുരിതം, ആപത്ത്, കഷ്ടപ്പാട്. ഓക്കെ, ദൃശ്യം. ദൃശ്യം എന്നാൽ എന്താണ്? കാഴ്ച. ദൃശ്യം എന്നാൽ എന്താണ്? കാഴ്ച. പല്ലക്ക്, സമൂഹത്തിലെ ഉയർന്ന വിഭാഗം ആളുകളെ ചുമന്നുകൊണ്ടു പോകുന്ന ഉപകരണം. ഓക്കെ, പല്ലക്ക് എന്താണ്? സമൂഹത്തിലെ ഉയർന്ന വിഭാഗം ആളുകളെ ചുമന്നുകൊണ്ടു പോകുന്ന ഉപകരണം. പിരാന്ത്. പിരാന്ത് എന്നാൽ എന്താണ്? ഭ്രാന്ത്. പിരാന്ത്, ഭ്രാന്ത്. പെരുത്ത്. പെരുത്ത് എന്നാൽ എന്താണ്? വളരെ. പെരുത്ത്, വളരെ. പെരുത്ത്, വളരെ. പ്രതിഭ. പ്രതിഭ, സവിശേഷമായ കഴിവ്. കഴിവ്, സവിശേഷിയുള്ളയാൾ. പ്രതിഭ എന്നാൽ എന്താണ്? സവിശേഷമായ കഴിവ്, സവിശേഷ ശേഷിയുള്ളയാൾ. ക്ഷമിക്കണം, സവിശേഷ ശേഷിയുള്ളയാൾ. ഓക്കെ, ഭീതി, ഭയം. ഭീതി എന്നാൽ എന്താണ്? ഭയം എന്നാണ്. മച്ച എന്നാൽ എന്താണ്? പലക പാകിയ തട്ട്, ആട്ടം, അട്ടം. ഓക്കെ, പലക പാകിയ തട്ട്, അട്ടം. ഓക്കെ, മലിനം, അഴുക്ക്. മലിനം, അഴുക്ക്. മാനം, അഭിമാനം, ആകാശം, ഒരളവ്. അഭിമാനം, ആകാശം, ഒരളവ്. വാസ്തവം, പരമമായ സത്യം. വാസ്തവം, പരമമായ സത്യം. വികൃതം, വിരൂപം, ബീഭത്സം, മനസ്സിനെ വികാരപ്പെടുത്തുന്നത്. ഓക്കെ, വികൃതം, വിരൂപം, ബീഭത്സം, മനസ്സിനെ വികാരപ്പെടുത്തുന്നത്. വിരഹം, വേർപാട്, വിയോഗം. വിശുദ്ധത, പരിശുദ്ധി. വിശുദ്ധത, പരിശുദ്ധി. വേവലാതി, പരിഭ്രമം. വേവലാതി എന്താണ്? പരിഭ്രമം. വൈരൂപ്യം, അഭംഗി. വൈരൂപ്യം എന്നാൽ എന്താണ്? അഭംഗി. ശോഷിക്കുക, മെലിയുക, ഉണങ്ങുക. സഹതാപം, കൂടെ ദുഃഖിക്കുക. സഹതാപം എന്നാൽ എന്താണ്? കൂടെ ദുഃഖിക്കുക. സാന്ത്വനം, സമാധാനപ്പെടുത്തൽ. സാന്ത്വനം, സമാധാനപ്പെടുത്തൽ. ഓക്കെ, അപ്പൊ ഇതില് ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ പദപരിചയം കാര്യങ്ങളും ഈ സെക്കൻഡ് ഇതിൽ വന്നിട്ട് ഇത്രേ വരുന്നുള്ളൂ. ഇതിൽ നോക്കിയിരിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഓക്കെ, അതായത് കുറച്ച് നമ്മുടെ കേരളത്തിലെ കുറച്ച് കലാരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈ കന്യാർകളിയൊക്കെ റീസെന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ആദ്യത്തെ ഫസ്റ്റ് വൺ വരുന്നത് കാക്കാരിശി നാടകം. കാക്കാരിശി നാടകം കേരളത്തില് വളരെ പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് കാക്കാരശ്ശി നാടകം. കാക്കാലനും കാക്കാത്തിമാരുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. കാക്കാലനും കാക്കാത്തിമാരുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ് ലക്ഷ്യം. ആക്ഷേപഹാസ്യവും ഫലിതവും ഉൾക്കൊള്ളുന്ന കലാരൂപമാണിത്. ഓക്കെ, കാക്കാരശ്ശി നാടകം എന്നാൽ എന്താണ്? വളരെ പ്രചാരമുള്ള നാടോടി കലാരൂപമാണ്. ഇതില് കാക്കാലനും കാക്കാത്തിമാരും. ഓക്കെ, അപ്പൊ ഇതില് പ്രധാന രണ്ട് കഥാപാത്രങ്ങൾ കൊടുത്തിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഇതാണെന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ കാക്കാലന് കാക്കാത്തിമാരാണ് ഇവിടെ പ്രധാനം. ഓക്കെ, അടുത്തത് ചവിട്ട് നാടകം.
ആദ്യാവസാനം സംഗീതാത്മകമായ നൃത്ത നാടകമാണ് ചവിട്ട് നാടകം. അഭിനേതാക്കൾ ഭാവം ഉൾക്കൊണ്ട് പാടി അഭിനയിക്കുന്നു. കലാപരമായി വളരെ മേന്മയുള്ളവയാണ് ചവിട്ട് നാടകത്തിലെ വേഷങ്ങൾ. ഓക്കെ, അടുത്തത് ഒപ്പന. മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ഒപ്പന. കല്യാണം, മൈലാഞ്ചിയിടൽ തുടങ്ങിയ വിശേഷ അവസരങ്ങളിലാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. കല്യാണ നാളിൽ മണവാട്ടിയെ അണിയിച്ചൊരുക്കി തോഴിമാരും ബന്ധുക്കളായ മറ്റു സ്ത്രീകളും ചേർന്ന് കല്യാണ പന്തലിലേക്ക് ആനയിക്കുന്നു. ഓക്കെ, അവിടെ ഒരു പീഠത്തിൽ മണവാട്ടിയെ ഇരുത്തുന്നു. തോഴിമാർ പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ 7th സ്റ്റാൻഡേർഡിൽ സെക്കൻഡ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ ചേർത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് 7th സ്റ്റാൻഡേർഡിന്റെ മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് 8th സ്റ്റാൻഡേർഡിൽ 8ാം ക്ലാസ്സിന്റെ മലയാളം കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ.